പാലക്കാട് കഞ്ചിക്കോട് വൻകിട മദ്യനിർമ്മാണശാല അനുവദിച്ചതിൽ രാഷ്ട്രീയ വിവാദം കൊഴുക്കുന്നു. വിഷയം നിയമസഭയിൽ സർക്കാരിനെതിരെ പ്രധാന ആയുധമാക്കാനാണ് പ്രതിപക്ഷത്തിന്റെ തീരുമാനം. പ്രതിപക്ഷത്തിന്റെ ആരോപണങ്ങൾ രാഷ്ട്രീയ ലാഭം മുന്നിൽ കണ്ടെന്നും വിവാദങ്ങൾക്ക് നിയമസഭയിൽ മറുപടി നൽകുമെന്നും മന്ത്രി എം പി രാജേഷ് വ്യക്തമാക്കി. ഒയാസിസ് കൊമേഴ്സ്യൽ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിക്ക് വൻകിട മദ്യനിർമ്മാണശാല ആരംഭിക്കാൻ പ്രാരംഭാനുമതി നൽകിയത് രാഷ്ട്രീയായുധമാക്കി പ്രതിപക്ഷം. ടെൻഡർ വിളിക്കാതെ കമ്പനിയെ തിരഞ്ഞെടുത്തത് ദുരൂഹം. ഡൽഹിയിലും പഞ്ചാബിലും കേസിൽപ്പെട്ട കമ്പനിയെ പരിഗണിച്ചതിൽ അഴിമതി. ജലലഭ്യത പരിമിതമായ പ്രദേശത്തിന്റെ പാരിസ്ഥിതികാഘാതം പരിഗണിച്ചില്ല തുടങ്ങിയവയാണ് പ്രതിപക്ഷാരോപണങ്ങൾ. സർക്കാർ പുതിയ മദ്യനയം തന്നെ രൂപീകരിച്ചത് ഒയാസിസ് കമ്പനിക്കായെന്ന് പാലക്കാട് എം പി വി.കെ. ശ്രീകണ്ഠൻ. 30 വർഷം മുമ്പേ ഈ കേരളത്തിൽ ഡിസ്റ്റിലറിയും ബ്രൂവറീസും വേണ്ടാന്ന് തീരുമാനമുണ്ട്. ആ തീരുമാനത്തെ മറികടക്കാൻ ഈ ഒയാസിസ് കമ്പനിയുടെ അപേക്ഷ കിട്ടേണ്ടി വന്നു ഗവൺമെന്റിന്. ഈ കമ്പനിക്ക് വേണ്ടിയാണ് ഒരു നയം കേരളത്തിൽ ഇവർ രൂപീകരിച്ചതെന്ന് സംശയദൃഷ്ടിയ നോക്കേണ്ട ഒരു സാഹചര്യമാണ് ഇപ്പോൾ. എല്ലാം സുതാര്യമെന്നും വ്യവസായ നിക്ഷേപമെന്നും എക്സൈസ് മന്ത്രി എം പി രാജേഷ്. പ്രാരംഭാനുമതിയാണ് നൽകിയിട്ടുള്ളത്. ആ പ്രാരംഭാനുമതിയിൽ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് നിലവിലുള്ള എല്ലാ നിയമങ്ങളും ചട്ടങ്ങളും നിബന്ധനകളും പാലിച്ചുകൊണ്ട് എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. എല്ലാ സംശയത്തിനും വ്യക്തതയുണ്ടാക്കും. ഇനി ബാക്കി അസംബ്ലി വരട്ടെ. പത്രസമ്മേളനത്തിന്റെ കാര്യത്തിൽ രമേശ് ചെന്നിത്തലയോടും വി ഡി സതീശനോടും മത്സരിക്കാനില്ല. എക്സൈസ് മന്ത്രിക്കൊപ്പം മുഖ്യമന്ത്രിക്കെതിരെയും ആരോപണം കടുപ്പിക്കുകയാണ് പ്രതിപക്ഷം. ബ്രൂവറി അനുമതിയിലെ വിവാദം നിയമസഭയെ പ്രക്ഷുബ്ധമാക്കും. 24 തിരുവനന്തപുരം.